ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേരളം വീണ്ടും ഒരു ദുരിതകാലം നേരിടുകയാണ്. 2018 മുതൽ എല്ലാ കാലത്തും മലയാളിക്ക് സമാധാനമില്ലായ്മയാണ്. കടും കളറുള്ള മുന്നറിയിപ്പില്ലാത്തതിനാൽ പെട്ടെന്നായിരുന്നു പലർക്കു മുന്നിലും വെള്ളം ഇരച്ചെത്തിയത്. പൂഞ്ഞാറിൽ അമ്മയുടെയും അപകടത്തിൽ പരിക്കേറ്റ് പ്ലാസ്റ്ററിട്ട് വിശ്രമിച്ചിരുന്ന മകന്റെയും അതിൽ അതീവ വേദനാജനകമാണ്. ആറന്മുളയിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. വീടിന്റെ 1-ാം നില മുഴുവൻ വെള്ളവും 2-ാം നിലയിൽ നിന്ന് വെള്ളവും ഭക്ഷണവും ചോദിക്കുന്നത് 8 ആണ്ട് മുൻപ് നമ്മൾ കണ്ട വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ആറന്മുളയിൽ അതിന്ന് ആവർത്തിക്കുകയാണ്. ഒരു വശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. മുഖ്യമന്ത്രിയും യാത്രയും വിരുന്നും പ്രതിപക്ഷം ഉയർത്തിപ്പിടിക്കുകയാണ്. ഏകോപനമില്ലാത്തത് ദുരിതം കൂട്ടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല. വരുത്തിവെച്ചതോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് അബിൻ വർക്കി ആറന്മുള MLA, പഴകുളം മധു റാന്നി MLA, ശ്രീ രാജു എബ്രഹാം CPM ജില്ലാ സെക്രട്ടറി, ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ, ഡോക്ടർ S അഭിലാഷ് കാലാവസ്ഥാ വിദഗ്ധൻ, SP രവി റിവർ റിസർച്ച് സെന്റർ ഡയറക്ടർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ രാജു എബ്രഹാമിലേക്ക് പോവുകയാണ്. ശ്രീ രാജു എബ്രഹാം, പത്തനംതിട്ടയിൽ ശക്തമായ മഴക്കെടുതി തുടരുകയാണ്. അത് 2018 ആവർത്തനം എന്ന രൂപത്തിലാണോ അങ്ങ് കാണുന്നത്? ഇത് വരുത്തിവെച്ച ദുരന്തം എന്നുള്ള പ്രയോഗം ആദ്യമായി ഇടതുപക്ഷത്തു നിന്നും വന്നത് അങ്ങയുടെ വായിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു പ്രയോഗം? തീവ്ര മഴയാണ് വെള്ളിയാഴ്ച രാത്രി ഉണ്ടായത്. അങ്ങനൊരു തീവ്ര മഴ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ IMD ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള നിരവധി ഏജൻസികളുണ്ട്. അങ്ങനെയുള്ള ഏജൻസികൾ സ്വാഭാവികമായും ആ തീവ്രമഴ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഒരു റെഡ് അലേർട്ട് ഇവിടെ പ്രഖ്യാപിച്ചില്ല. ഇവിടെ വെള്ളം നിറഞ്ഞു, ടൗണുകളിൽ നിറഞ്ഞ് കടകളെല്ലാം മുങ്ങി, വീടുകൾ മുങ്ങിക്കഴിഞ്ഞ് ഇന്നലെ പുലർച്ചെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അപ്പോഴേക്കും നഷ്ടം വരാനുള്ളത് മുഴുവൻ വന്നു. ആയിരക്കണക്കിന് വീടുകളിലാണ് പമ്പാവാലി മുതൽ അങ്ങ് താഴെ ആറന്മുളയും അങ്ങ് ചെങ്ങന്നൂരും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. അവർക്കൊരു സാധനങ്ങൾ എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല. അവർക്ക് മുൻകരുതൽ റെഡ് അലേർട്ട് ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ്. 2018 ശേഷം നമുക്ക് ധാരാളം ചർച്ചകൾ നമ്മൾ നടത്തിയതാണ്. ഒരു റെഡ് അലേർട്ട് ഉണ്ടായാൽ ആ വീടുകളിലെ അവർക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ അവർ മാറ്റിക്കൊണ്ടു പോകും. അങ്ങനെ മാറ്റിക്കൊണ്ടു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ഉരുളുപൊട്ടലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, അതാണ് സർക്കാർ ഏകോപനം എന്ന് പറയുന്നത്. ഒരു വാർ റൂം കേരളത്തിൽ അത്തരം ഘട്ടങ്ങളിൽ തുറന്നിട്ടുണ്ട്. അങ്ങനൊരു വാർ റൂം കേരളത്തിൽ തുറന്നിട്ടുണ്ടോ? ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത്തരത്തിലൊരു വാർ റൂം തുറക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ച് ദുരന്ത നിവാരണത്തിനോട് മുൻകൂർ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ തീവ്രമായ മഴ വന്നു കഴിഞ്ഞാൽ മഴയെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ മുൻകരുതൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, മൂഴിയാർ അണക്കെട്ട് തുറന്നു വിട്ടു. മൂഴിയാർ അണക്കെട്ട് തുറന്നു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ കാരിക അണക്കെട്ടുണ്ട്. അത് ചെറിയ അണക്കെട്ടാണ്. പക്ഷേ മൂഴിയാർ അണക്കെട്ട് നല്ല വലിപ്പമുള്ളതാണ്. കക്കിയോ ആനത്തോടിന് അത്രയും വലിപ്പം ഇല്ലെങ്കിലും വലിയ അണക്കെട്ടാണ്. ഈ അണക്കെട്ട് രാത്രി 1 മണിക്ക് ശേഷം തുറന്നു വിടുമ്പോൾ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകണ്ടേ? അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ളതാണ് ഈ നിറഞ്ഞു കിടന്ന പമ്പയിലേക്ക് ജലം, ഈ അധിക ജലം കൂടി വന്നപ്പോഴാണ് നമ്മുടെ നാശനഷ്ടം സമ്പൂർണമായി മാറിയത്. അതുകൊണ്ടാണ് ഈ അണക്കെട്ട് തുറന്നു വിടുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കണം, ബന്ധപ്പെട്ട പഞ്ചായത്തുകളെ അറിയിക്കണം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരെ അറിയിക്കണം. കാരണം ജാഗരൂകരാകാൻ വേണ്ടിയാണ്, അവർ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ അനൗൺസ്മെൻറ്റ് എല്ലാ കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കൃത്യമായ അനൗൺസ്മെൻറ്റ് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ആരെ അറിയിക്കേണ്ട. ഈ അനൗൺസ്മെൻറ്റ് നടത്താൻ റവന്യൂ അധികാരികളെയും പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ അവർ ഈ അണക്കെട്ട് തുറക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയതിനെ ആ വെള്ളം ഒഴുകിയെത്താൻ 2-3 മണിക്കൂർ എടുക്കും. ആ സമയം കൊണ്ട് തന്നെ
വീടുകളിലെ സാധനങ്ങൾ മാറ്റാം, കടകളിലെ സാധനങ്ങൾ കുറേയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയും. പൂർണ്ണമായി രക്ഷപ്പെടുത്താൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഒറ്റ ദിവസത്തെ മഴയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു ദിവസം പെയ്ത മഴ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ അറിയിപ്പ് ലഭിക്കാതിരുന്നത് കൊണ്ട് ഇത്തരം ഒരു ദുരന്തം വന്നു ഭവിച്ചതുകൊണ്ടാണ് ഒരു സർക്കാർ സ്പോൺസേഡ് ദുരന്തം എന്ന് ഞങ്ങൾ പറയുന്നതും ഇതിന് നഷ്ടപ്പെട്ട വീട്ടുകാർക്ക്, നഷ്ടം വന്ന കച്ചവടക്കാർക്ക്, എല്ലാവർക്കും ഒരു വ്യത്യാസമൊന്നുമില്ല, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാകണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഏകോപനമില്ലായ്മ വന്നതുകൊണ്ട് മാത്രമാണ്. സന്നദ്ധ പ്രവർത്തകരാണ് പുലർച്ചെ 4 മുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. DYFIയുടെ പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, മറ്റു പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ ആ സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ നിരവധി കാഷ്വാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഉണ്ടാകുമായിരുന്നു. അവരാണ് വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷാസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ കച്ചവട സ്ഥാപനങ്ങൾ അവരൊന്നും അറിഞ്ഞില്ല. അവർ വന്നപ്പോഴേക്കും അവരുടെ കടകളിൽ മുഴുവൻ വെള്ളമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പലരും ഷട്ടർ പോലും ഉയർത്തിയിട്ടില്ല. ഇന്ന് ഉയർത്തിയപ്പോൾ എന്താ കണ്ട കാഴ്ച? എത്ര ദുരിതമാണ്! 8-10 ലോറികൾ സാധനങ്ങൾ ഓരോ കടയിലും നഷ്ടപ്പെട്ട് നീക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ദുരന്തം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പരിധി വരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പ്രകൃതി അത്തരത്തിൽ സംഹാരതാണ്ഡവം ആടുമ്പോൾ കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒഴിവാക്കാൻ കഴിയുന്നത് മുഴുവൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യേണ്ടതും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും. സർക്കാരിന്റെ ഉത്തരവാദിത്വം അവിടെ നിർവഹിച്ചില്ല എന്നുള്ള കാര്യം വരുന്നതും അങ്ങനെയാണ്. ശരി, ശ്രീ പഴകുളം മധു അതിന് രാഷ്ട്രീയ മറുപടി നൽകും. അതിനു മുമ്പ് ശ്രീ ശേഖർ കുര്യാക്കോസിലേക്ക്. ശ്രീ ശേഖർ കുര്യാക്കോസ്, 2018 പ്രളയശേഷം എല്ലാ വർഷവും ഇപ്പോൾ വെള്ളപ്പൊക്കം സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വലിയ യാഥാർത്ഥ്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു പ്രതിരോധം സാധ്യമാകാത്തത്? എന്തുകൊണ്ടാണ് അതിലൊരു മുന്നറിയിപ്പ് സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത്? പ്രതിരോധം എന്നത് ഒരു ആപേക്ഷികമായ പദമാണ്. നമ്മൾ കാണേണ്ടുന്നത് 18 നമ്മൾക്കുണ്ടായിരുന്ന തയ്യാറെടുപ്പ് ശേഷിയോ അല്ലെങ്കിൽ ഇത്തരം പ്രതിഭാസങ്ങളോടുള്ള നമ്മൾക്കുള്ള പ്രതികരിക്കാനുള്ള ശേഷിയോ ഒന്നും അല്ല ഇപ്പോഴുള്ളത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വ്യക്തിഗതമായും നമ്മളുടെ കേരളത്തിലെ സമൂഹം ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ തന്നെ ഗണ്യമായ മാറ്റം ഉണ്ടായി. അപ്പോൾ സാമൂഹികമായ ഒരു അവബോധം കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് കുട്ടനാട് പല മേഖലകളിലും ഇപ്പോൾ പോയി നോക്കിയാൽ സ്റ്റിൽറ്റിലുള്ള വീടുകളാണ് കാണുക. പഴയതുപോലെ തറനിരപ്പിൽ ബണ്ടിന് മുകളിലല്ല ആളുകൾ ഇപ്പോൾ വീട് വയ്ക്കുന്നത്. അതിന് മുകളിൽ കാലുകൾ കൊടുത്ത് കാലുകൾക്ക് മുകളിൽ വീട് വയ്ക്കുന്ന ഒരു സമീപന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പല റോഡുകളും ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ അവർ ദീർഘകാലം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ പോലും തകരാത്ത ശേഷിയുള്ള റോഡുകളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. 18-ന് ശേഷമാണ് നമ്മൾ കേരളത്തിലിപ്പോൾ പലയിടത്തും കാണുന്ന ഇൻ്റർലോക്ക് റോഡുകൾ തന്നെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇൻ്റർലോക്കിങ്ങിൻ്റെ ഒരു ഗുണം വെള്ളം കുറേയൊക്കെ വാർന്നു പോകും അതിലൂടെ. അത്തരം പലതരത്തിലുള്ള എൻജിനീയറിംഗ് ഇടപെടലുകൾ പോലും കേരളത്തിൽ പൊതുസമൂഹവും സർക്കാർ സംവിധാനങ്ങളും സ്വാംശീകരിച്ചിട്ടുണ്ട്. ഓരോ കാലത്തും ഇത്തരം വലിയ ദുരന്തങ്ങളാണ് പലപ്പോഴും നമ്മളുടെ കാര്യശേഷിയെയും ഇത്തരം ദുരന്തങ്ങളോട് പ്രതികരിക്കാനും അവയെ പ്രതിരോധിക്കാനുമുള്ള ശേഷി ആർജിക്കുന്നതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ മാറ്റങ്ങൾ നമ്മൾക്ക് ഗണ്യമായി ഉണ്ടായിട്ടുണ്ട്. ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾക്ക് ഒറ്റപ്പെട്ട വലിയ മഴയുണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടത്തെ മാത്രമേ നമ്മൾക്ക് വാർത്താ പ്രാധാന്യത്തോടു കൂടി കാണാറുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾക്ക് 2024 മേപ്പാടിയിൽ വലിയ ഒരു ഉരുളുപൊട്ടലുണ്ടായി. നമ്മൾക്ക് 298 പേരുടെ നഷ്ടമുണ്ടായപ്പോഴും തൊട്ടടുത്ത് കോഴിക്കോട് വിളങ്ങാട് എന്ന സ്ഥലത്ത് 100ഓളം ഉരുൾ പൊട്ടിയിരുന്നു. പക്ഷേ അവിടെ നമ്മൾക്കുണ്ടായ മരണം അത് വളരെ ദുഃഖകരമായൊരു മരണവുമാണ്. ഒരാളുടേതാണ്. അദ്ദേഹമാണ് ശരിക്കും ഈ ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ മുൻകൈ എടുത്തവരിൽ ഒരാൾ, മാഷായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് 100 ഉരുളുപൊട്ടിയ ഒരു പ്രദേശത്ത് മരണം വളരെ കുറഞ്ഞ സാഹചര്യം ഉണ്ടായത്? എന്തുകൊണ്ട് ഒരു വലിയ ഉരുളുപൊട്ടിയ പ്രദേശത്ത് മരണത്തിൻ്റെ സംഖ്യ കൂടി? ഇപ്പോൾ വിളങ്ങാട് നമ്മൾ പരിശോധിച്ചാലും മേപ്പാടി പരിശോധിച്ചാലും ഈ 2 പേർക്കും
ദുരന്ത ലഘൂകരണ പദ്ധതികൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും മോക്ക് ഡ്രില്ലുകൾ ഈ 24 മഴയ്ക്ക് മുൻപ് നടത്തിയവരാണ്. ഈ ഓരോ വർഷവും എന്ത് തരം മാറ്റങ്ങൾ സാധ്യമാകുന്നു, പോസിറ്റീവായ മാറ്റമുണ്ടോ എന്നുള്ളതാണല്ലോ പരിശോധിക്കപ്പെടുന്നത്. ശ്രീ എ പി അനിൽകുമാർ മന്ത്രി, റവന്യൂ മന്ത്രി നമ്മോടൊപ്പം തത്സമയമുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ പ്രതിപക്ഷം വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മഴക്കെടുതി, അതിന് നാശനഷ്ടം, ആൾനാശം അതൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 12 മരണസംഖ്യ 12 ഉയർന്നു എന്നുള്ളൊരു കണക്കാണല്ലോ വരുന്നത്. അതൊരു ഔദ്യോഗികമായ കണക്കാണോ? ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ സർക്കാരുകളെ പോലെ, അതായത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഈ ദുരന്തത്തെ നേരിട്ട രീതിയിലല്ല നിങ്ങൾ നേരിടുന്നത് എന്ന വിമർശനമാണ് UDF-നെതിരെ ഇപ്പോൾ ശക്തമായവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂർ മാത്രം നീണ്ടു നിന്ന ഒരു പ്രളയത്തിലെ സാഹചര്യം, ആ 48 മണിക്കൂറിനിടയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു. 31-ാം തീയതി രാത്രി 3 മണിക്കാണ് ഇടുക്കിയിലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ സംഭവിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് പത്തനംതിട്ടയിൽ അതിതീവ്ര മഴ ഉണ്ടാകുന്നത്. കോട്ടയത്തും ഇതുപോലെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതൊക്കെ 31-ാം തീയതി രാത്രിയാണ്. 1-ാം തീയതി ഇന്നലെ കഴിഞ്ഞ് ഇന്ന് 2-ാം തീയതി എത്തുമ്പോൾ നമുക്ക് അത് പൂർണ്ണമായ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. മരണപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അവരെ തിരച്ചിൽ നടത്തി അവരുടെ മൃതദേഹങ്ങൾ കണ്ടുകിട്ടി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അപകട മേഖലയിലുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനങ്ങൾ വീടുകളിൽ കുടുങ്ങിക്കിടന്ന റാന്നിയിലെയും അതുപോലെ തന്നെ ആറന്മുളയിൽ ഉള്ളവരെയൊക്കെ വീടുകളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഏതെല്ലാം രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സേനാംഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നിലവിൽ നമുക്കൊരു പ്രോട്ടോക്കോളുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുള്ള ഒരു പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മളും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളത് കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ദൗത്യം. ഇതാണ് ഇതിപ്പോൾ നമ്മളോടൊപ്പം പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറിയും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത് സർക്കാർ സ്പോൺസേഡ് ദുരന്തം എന്നാണ് അവരുടെ പ്രയോഗം. അത് രാഷ്ട്രീയമായ ഒരു പ്രയോഗമായിരിക്കാം. പക്ഷെ എന്നാലും ഈ പത്തനംതിട്ടയിൽ ഇന്നലെ 1-ാം തീയതി ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ മുന്നറിയിപ്പ് റെഡ് അലേർട്ട് ആയിരുന്നുവെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി മുൻപ് തന്നെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇത് വെള്ളം വീടുകളിലൊക്കെ കയറി അത് ദുരന്തം അതിൻ്റെ എല്ലാ തരത്തിലും അനുഭവിച്ച് കഴിയുമ്പോഴാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു മിനിസ്റ്റർ? ഇവിടെ ഒരു വാർ റൂം ഉണ്ടോ എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുകയാണ്. സ്മൃതി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അത് അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുകൊണ്ടോ ചിലപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാവും. മന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഇത്തരത്തിലുള്ള കളർ കോഡ് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒരു റോളുമില്ല. ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കളർ കോഡ് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അലർട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? അലർട്ട് കൊടുക്കാൻ ഗവൺമെൻറ്റിന് എങ്ങനെ കഴിയും ശാസ്ത്രീയമായിട്ട് അലർട്ട് കൊടുക്കാൻ? അലർട്ട് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലാവസ്ഥ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും നമ്മുടെ സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പും കൂടി വെച്ചുകൊണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത്. ഗ്രീൻ ആണോ, യെല്ലോ ആണോ, ഓറഞ്ച് ആണോ, റെഡ് ആണോ എന്നൊക്കെ. ഓറഞ്ച് കൊടുക്കുന്നിടത്ത് ഞങ്ങൾക്ക് വിളിച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ റെഡ് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഗ്രീൻ കൊടുക്കുമെന്ന്? അപ്പോൾ ഗവൺമെൻറ് അല്ല ഇത് ഈ കളർ ചേഞ്ചും കളർ കോഡും നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ അദ്ദേഹം പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതും മനസ്സിലാക്കി കാണില്ല. അതുകൊണ്ട് അദ്ദേഹം ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അത് കേന്ദ്ര കാലാവസ്ഥ ഞങ്ങളോടത് പറയുകയാണെങ്കിൽ ഞങ്ങളത് പറയും. അത് പറഞ്ഞില്ല ഓറഞ്ച് അലർട്ടാണ് പറഞ്ഞെങ്കിൽ ഓറഞ്ച് അലർട്ട് പറയും. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഇടപെടാറില്ല. അതൊക്കെ കേന്ദ്ര കാലാവസ്ഥ മണിക്കൂറുകൾ വെച്ചാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ 3 മണിക്കൂർ റെഡ് അലർട്ട് എന്ന് 8 ജില്ലകളിൽ, പിന്നീട് അത് മാറി നമുക്ക് തന്നു. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചല്ലേ പറയുന്നത്. ഗവൺമെൻറ്റാണോ പ്രഖ്യാപിക്കുന്നത്? UDF ഗവൺമെൻറ് വന്നാൽ എപ്പോഴും റെഡ് അലർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് മഴയായിരിക്കും റെഡ് അലർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ LDF വന്നു കഴിഞ്ഞാൽ ഗ്രീൻ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് അതിൻ്റെ അധികാരമില്ല. അത് അദ്ദേഹം മനസ്സിലാക്കണം. ഈ വാർ റൂം പ്രവർത്തിക്കുക ഇപ്പോൾ കഴിഞ്ഞ സർക്കാരുകൾ ഈ ഒരു താരതമ്യമാണ് ശ്രീ അനിൽകുമാർ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വൈകിട്ടാകുമ്പോൾ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഇന്ന ജില്ലകളിൽ ഇന്നതാണ് സാഹചര്യമെന്ന് കൃത്യമായി വിശദീകരിക്കുന്നു. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. മരണസംഖ്യ ഇതാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു അപ്ഡേറ്റുകൾ കൃത്യമായി നൽകുന്നു. ഇതിവിടെ ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഒരു ഏകോപനത്തിന് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അതിനൊരു ഏകോപനത്തിന് മുൻകൈ എടുക്കുന്നില്ല എന്ന വിമർശനവുമുണ്ട്. ഞാൻ അക്കാര്യത്തെക്കുറിച്ചൊന്ന് പറയാം. കഴിഞ്ഞ തവണ 2018 പ്രളയത്തിന് സമാനമായ പ്രളയമാണോ ഇപ്പോഴുണ്ടായത്? അത് ഒന്നാമത്തെ കാര്യം അല്ല. ഇത്തവണത്തെ പ്രളയം അത്രത്തോളം രൂക്ഷമായിരുന്നില്ല. അത് നമുക്കറിയാം. ഏത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവമുണ്ട്. ആ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണും, അത്തരം ആക്ഷൻസ് എടുക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. പക്ഷേ പല ജില്ലകളിലും ഇന്നലെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ മലബാർ മേഖലയിലായിരുന്നു ഇന്നലെ. യഥാർത്ഥത്തിൽ കോട്ടയം, ഇടുക്കി, അതുപോലെ പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്നലെ തീവ്രമായ മഴയും അനുബന്ധമായ മണ്ണിടിച്ചിലും ഉണ്ടായത്. അന്നത്തെ ഒരു സാഹചര്യമല്ല. അന്ന് കേരളം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, മെനിഞ്ഞാന്ന് രാത്രി വൈകി 3 മണിയോട് കൂടി തുടങ്ങി ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിനകത്ത് മുഖ്യമന്ത്രി, ഞങ്ങൾ രാവിലെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർക്ക് ചുമതല കൊടുത്തു. എല്ലായിടത്തും അവിടെ പോവുകയോ കാര്യങ്ങൾ ജില്ലാ കളക്ടർമാരുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള നിർദ്ദേശം കൊടുത്തു. ഞാൻ ഇന്നലെ 11 മണിക്ക് തന്നെ കേരളത്തിലെ മുഴുവൻ ജില്ലാ കളക്ടർമാരുടെയും ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു. അത് റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തുള്ള മീറ്റിംഗ് വിളിച്ച് ഓരോ ജില്ലയിലെയും പ്രശ്നങ്ങൾ വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. എവിടെയൊക്കെയാണ് ആവശ്യങ്ങൾ, NDRF ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വിവരം കൊടുത്തു. NDRFൻ്റെ പുതിയ ട്രൂപ്പുകളെ അയച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് യാനം കൊല്ലത്തു നിന്ന് വേണമെന്ന് പത്തനംതിട്ടയിൽ പറഞ്ഞു. പത്തനംതിട്ടയുടെ ആവശ്യം അനുസരിച്ച് കൊല്ലത്തു നിന്ന് യാനം ബോട്ട് അയച്ചു. ഇത്ര എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമായി വിമർശിക്കുകയല്ല, ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. ഞങ്ങൾ ഇത് PR വർക്ക് നടത്തിയില്ല എന്നേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും നന്നായി ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും ചില പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പരാതികൾ ഞങ്ങളതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വിമർശനങ്ങൾ അതിനോട് സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്ന സമീപനമില്ല. ഇന്ന് രാവിലെ ആറന്മുളയിൽ ഞങ്ങളുടെ MLA ജാബിം വർക്കി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ പ്രഭാത ഭക്ഷണം എത്തിയിട്ടില്ല, വൈകുന്നു. ഏതാണ്ട് 8 മണിക്കാണ്. പക്ഷെ അപ്പോൾ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ചു. പ്രഭാത ഭക്ഷണം എത്തിക്കാനുള്ള, അല്പം വൈകിപ്പോയി എന്നുള്ളൂ, എത്തിക്കാനുള്ള നടപടി എടുത്തു. എത്തിക്കാനുള്ള നേരത്തെ നടപടി എടുത്തിരുന്നു, പക്ഷെ അത് വേഗത്തിലാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. അങ്ങനെ വരുന്ന ആക്ഷേപങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എവിടെ വീഴ്ച പറ്റി എന്നാ പറയുന്നത്? ഈ മുന്നറിയിപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ 6-ാം തീയതി മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഒരു മുന്നൊരുക്കം? സ്മൃതി, അക്കാര്യത്തിൽ ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചെയർമാനും റവന്യൂ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റി ഞങ്ങൾ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു ചേർത്ത് അതിനകത്ത് ആർമിയും പോലീസും NDRFും BSF ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ ഈ മേഖലയിലുള്ള തലവന്മാരുണ്ടായിരുന്നു. അവിടെ വിളിച്ച് ചേർത്ത് മൺസൂൺ തുടങ്ങുകയാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിടാൻ തയ്യാറാവണം. ജില്ലകളിലേക്ക് ഓരോ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യണം. അത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. ആ യോഗത്തിനടുത്ത് തീരുമാനമെടുത്ത് തന്നെ റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടൊക്കെ ഉണ്ടാകാം. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ നേരിടാൻ ഒരുങ്ങി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. അപ്പോൾ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസേഴ്സിനോട് ഞങ്ങൾ ഓരോ സ്ഥലത്തും ക്യാമ്പ് നടത്തേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി തഹസിൽദാർമാർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തു. 1 മണിക്കൂർ കൊണ്ട് ആളുകളെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും ആവശ്യമായ ഷെൽട്ടർ തേടി പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. എല്ലായിടത്തും ഷെൽട്ടർ നേരത്തെ കണ്ടെത്തണം എന്ന് നിർദ്ദേശം കൊടുത്തു. എല്ലായിടത്തും അത്തരം ഷെൽട്ടറുകൾ കണ്ടെത്തി. അങ്ങനെ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ ഒരുക്കങ്ങളും മൺസൂൺ വരുന്നതിന് മുമ്പ്, അലർട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. പക്ഷെ ഇതൊരു 48 മണിക്കൂർ മാത്രം ഒതുങ്ങി നിന്ന ഈ ഒരു കാര്യത്തിൽ ഇത്രയും അസഹിഷ്ണുതയോടു കൂടിയുള്ള വിമർശനം എനിക്കത് മനസ്സിലാവുന്നില്ല. മിനിസ്റ്റർ, അത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവും ശക്തമായ വിമർശനമുള്ളത്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു, പൊന്നാനിയിൽ വിരുന്ന് കഴിക്കാൻ പോയി തുടങ്ങിയ
ചിത്രങ്ങൾ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന് കൂടി റവന്യൂ മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് മറുപടി നൽകുന്നുണ്ടോ? മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നു എന്നതിൽ പ്രതിപക്ഷത്തിനൊരു ആലോചനയുണ്ട്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം, റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇന്നലെ പറഞ്ഞു, ഇത്തരം ഒരു ഇത് വന്നപ്പോൾ അതിന് മുഴുവൻ ഏകോപനങ്ങളുടെ ചുമതലയും റവന്യൂ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലകളിൽ മന്ത്രിമാർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നിരന്തരം ഇവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഒട്ടനവധി കാര്യങ്ങൾ ഒരേ സമയം നോക്കേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവരും അതുപോലെ ജില്ലയിലെ ഭരണകൂടവും ഒക്കെ തന്നെ വളരെ സജീവമായ രംഗത്തുണ്ട്. ഏത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തോട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ്, നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പോയിട്ടുള്ളത്. പിന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് ഒട്ടനവധി കാര്യങ്ങൾ വേറെയുണ്ട്. ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഏകോപനത്തിൻ്റെ ചുമതലയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. തീർച്ചയായും മിനിസ്റ്റർ, ഇപ്പോൾ ഈ 5792 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. 209 ദുരിതാശ്വാസ ക്യാമ്പുകൾ. പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ള പരാതിയൊക്കെ ചിലരുടെ പ്രതികരണങ്ങളായി വരുന്നുണ്ട്. മിനിസ്റ്റർ അത് ശ്രദ്ധിച്ചോ? ക്യാമ്പുകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കപ്പെടുന്നത്? ഞാൻ പത്തനംതിട്ട ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഈ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കൂടുതൽ ക്യാമ്പുകൾ ഉണ്ടാവുക, രാത്രി മഴ പെയ്യും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം വരിക. ആ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുമ്പോൾ, നമുക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ, ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇന്നലെ രാവിലെ മുതലാണ് ചില ക്യാമ്പുകൾ ആരംഭിച്ച്, ഇന്ന് ആരംഭിച്ച ക്യാമ്പുകളുണ്ട്, ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ക്യാമ്പുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ക്യാമ്പുകൾ തുടങ്ങുന്ന സമയത്ത് വളരെ കൂടുതൽ നമ്പർ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വളരെയധികം ക്യാമ്പുകളുണ്ട്. അപ്പോൾ കൂടുതൽ ക്യാമ്പുകൾ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങൾ കൊടുത്തുള്ള നിർദ്ദേശം, അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതികൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. ആ തുടക്കത്തിൽ അത് ഒന്ന് ട്രാക്കിൽ കയറുന്നതിന് വേണ്ടിയുള്ള സമയത്തിൽ ചിലപ്പോൾ പരാതികളൊക്കെ തോന്നും. ഇവിടെ വീടുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്മൃതി, ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, മാനസിക പ്രയാസമാണ്. അപ്പോൾ അവരൊരു ക്യാമ്പിലേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ വലുതായിരിക്കും. അപ്പോൾ അവർ നമ്മൾ നൽകുന്ന കാര്യത്തെ പോലും സംതൃപ്തരാവില്ല. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് പരമാവധി കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിൽ വീഴ്ച വരുത്തരുത് എന്നുള്ള കാര്യം വളരെ ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമായ പണം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ ആവശ്യമാണെങ്കിൽ അത് ഉടൻ തന്നെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു വീഴ്ച വന്നിട്ടില്ല. പിന്നെ ബോധപൂർവം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റില്ല. തീർച്ചയായും. വളരെ നന്ദി മിനിസ്റ്റർ. ഈ സമയത്ത് ഈ ഏകോപനത്തിനിടയിലും ഞങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയതിന് വളരെയധികം നന്ദി മിനിസ്റ്റർ ശ്രീ AP അനിൽകുമാർ. ശ്രീ പഴകുളം മധുവിലേക്ക് പോകുന്നു. ശ്രീ പഴകുളം മധു, ഇപ്പോൾ റാന്നിയിൽ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. അങ്ങ് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഈ കടകളിലേക്ക് വെള്ളം ഉരച്ചു കയറി കടകളിലെ സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട വ്യാപാരികളുടെ രോഷം അതങ്ങ് കണ്ടു. ഇപ്പോൾ എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി? അവരെ എങ്ങനെയാണ് അനുനയിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്? ഇല്ല, റാന്നിയിലെ സ്ഥിതി ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴ ഇന്ന് പകൽ ആ തീവ്രതയിൽ ആവർത്തിക്കാത്തത് കൊണ്ട് വെള്ളം കുറേയേറെ ഒഴുകിപ്പോയി. റാന്നി ഇട്ടിയപ്പാറ ടൗണിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഒഴിവായി. അപ്പോൾ പിന്നെ അവിടെ ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നത്. ആ ക്ലീനിങ് പ്രവർത്തനങ്ങൾ ഞാൻ തന്നെ ഇന്ന് രാവിലെ അവിടെ എത്തി 6 മണി തൊട്ട് ആ ക്ലീനിങ് പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തി. കുറേ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തും അവിടെ ഹരിതകർമ്മ സേനയും അവിടെ ഉണ്ടായ ആൾക്കാരെല്ലാം കൂടി സഹകരിച്ച്, അപ്പോൾ ആ ഒരു പടനിലം പോലായിരുന്നു, പടയൊഴിഞ്ഞ പടനിലം പോലായിരുന്നു റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ്. അപ്പോൾ എല്ലാ മാലിന്യങ്ങളും വന്ന് അവിടെ അടിഞ്ഞിരുന്നു. അത് ശ്രമകരമായി 6 മണി മുതൽ രാവിലെ 10 മണി വരെ ഒരു അറ്റേ സ്ട്രെച്ചിൽ നടന്ന പ്രവർത്തനം അത് ക്ലീൻ ചെയ്തു. അപ്പോൾ അവിടെ കൂടിക്കിടന്നെങ്കിൽ അത് വലിയ നമ്മുടെ രോഗങ്ങളൊക്കെ പടരാനും മറ്റും ഇടയാകുമായിരുന്നു. അത് ഒഴിവാക്കി. പിന്നെ കടകളിലെയും ടൗണിലെയും മാലിന്യമാണ്, അതും ഞങ്ങൾ രാവിലെ തന്നെ നീക്കം ചെയ്തു. പിന്നെ കടയ്ക്കകത്തുള്ള മാലിന്യമാണ്, ആ കടയ്ക്കകത്തുള്ള ബസ് സ്റ്റാൻഡിനകത്തുള്ള ചില കടകളിലെ മാലിന്യം ഇപ്പം തന്നെ നീക്കം ചെയ്യണം എന്ന് ഒരു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പം അവർക്ക് വ്യാപാരികൾക്ക് അതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവർ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സാവകാശം ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതൊരു ക്ലാഷിലേക്ക് പോയപ്പോൾ ഞാൻ തന്നെ വീണ്ടും അവിടെ എത്തി. ഞാൻ ക്ലീനിങ് കഴിഞ്ഞ് തിരിച്ച് കുളിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്ന് ആ പ്രശ്നം അപ്പം തന്നെ പരിഹരിച്ചു. വ്യാപാരികൾ ഇഷ്ടമുള്ള സമയത്ത് അത്
നിങ്ങൾ നീക്കം ചെയ്തു. അപ്പോൾ വാഹനം വന്നത് എടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ക്ലീൻ ഇനി നടന്ന സ്ഥലങ്ങളിലെ എല്ലാ മാലിന്യങ്ങളും ഇപ്പോൾ ഈ വൈകുന്നേരം ഇപ്പോൾ പൂർണ്ണമായി കാണും. ഈ 2 വാഹനങ്ങൾ റോഡിന് 2 സൈഡിലും പിന്നെ അനുവദിച്ച് അത് മൊത്തം നീക്കം ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇനി മാലിന്യം മാത്രമല്ലല്ലോ, ഇപ്പോൾ കടയിലെ സാധനങ്ങൾ മുഴുവൻ നിറഞ്ഞു, അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണല്ലോ ശ്രീ പഴകുളം മധു. ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലൊക്കെ അവർക്കൊരു ആശങ്കയുണ്ട്. പല വെള്ളപ്പൊക്കങ്ങൾക്കും ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. അപ്പോൾ അതൊരു ആശങ്കയുടെ പ്രധാന കാരണമാണല്ലോ. എന്ത് ഉറപ്പ് നൽകാനാകുന്നുണ്ട്? തീർച്ചയായും 2018 ഒരു പ്രളയം ഉണ്ടായപ്പോൾ കബളിക്കപ്പെട്ടവരാണ് റാന്നിയിലെ വ്യാപാരികൾ. അന്ന് അവരോട് 10 ലക്ഷം രൂപ അവർ കൊടുക്കുമെന്ന് അന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അവർ വലിയ ആഹ്ലാദമല്ല, പക്ഷേ അവർക്ക് 10 ലക്ഷം ഒന്നല്ല നഷ്ടപ്പെട്ടത്, കോടികളാണ് ഓരോരുത്തർക്കും നഷ്ടമായത്. പക്ഷെ 10 ലക്ഷമെങ്കിലും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. 10 പൈസ പോലും വ്യാപാരികൾക്ക് കൊടുത്തില്ല. 10 ലക്ഷം പലിശയില്ലാത്ത വായ്പയും അതിൽ 2 ലക്ഷം സബ്സിഡിയും എന്നാണ് അന്ന് അവരെ അവരോട് പറഞ്ഞത്. പക്ഷെ അതിൽ 1 പൈസ പോലും അവർക്ക് കൊടുത്തിട്ടില്ല. ആ ദുരനുഭവം അവരുടെ മനസ്സിലുണ്ട്. ഇത്തവണയും വലിയ ദുരന്തമുണ്ടായി, ഒട്ടേറെ നഷ്ടം അവർക്കുണ്ടായി. അവർ വലിയ നിരാശരാണ്. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തേ മതിയാവുകയുള്ളൂ. റാന്നിയിലെ വ്യാപാരികൾ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോൾ അവർ കൂടും കുടുക്കി എടുത്ത് പോകേണ്ടി വരിക. എന്തൊരു കഷ്ടമാണിത്. ഓണക്കാലത്തേക്ക് അവർ വാങ്ങി വെച്ചിരുന്ന സാധനങ്ങൾ മുഴുവൻ വെള്ളം കയറിപ്പോയി. പെറിഷബിളാണ് അതിൽ 95%. അതെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ആര് സഹായം കൊടുക്കും? 2018 അവരെ ചതിച്ച പോലെ ഇത്തവണ ചതിക്കരുതെന്നാണ് അവരുടെ രോഷം. ആ രോഷം അവരുടെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, ആ രോഷമുണ്ട്. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. ഗൗരവമായ കാര്യം എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2018 വലിയ പ്രളയം ഉണ്ടായി. 20 21 ചെറിയ തോതിൽ ആ പ്രളയം ആവർത്തിച്ചു. പക്ഷേ സ്മൃതി അതിനുശേഷം ഒരു മുൻകരുതലും റാന്നിയിലുണ്ടായിട്ടില്ല. ഒരു നീക്കവും നടന്നില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതിനുശേഷം 8 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോഴാണ് വന്നത്. ഞാൻ MLA ആയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ പലയിടത്തും പരതി നോക്കി, സഹായത്തിന് ഒന്നുമില്ല. ഇവിടെ കൊല്ലത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും സഹായം തേടേണ്ടി വന്നു. അപ്പോൾ റാന്നിയിൽ ഇന്നല്ല, വളരെ പെട്ടെന്ന് പ്രളയം ഉണ്ടാകും. ഒരു മഴ പെയ്താൽ എന്തുകൊണ്ടാണ് റാന്നി വെള്ളത്തിൽ മുങ്ങുന്നത്? ഈ റാന്നി ടൗണിൻ്റെ ചുറ്റുപാടുമുള്ള ചെറിയതും വലുതുമായ തോടുകൾ മുഴുവൻ കയ്യേറി, തോടുകളെല്ലാം അടച്ചു. ഈ പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ടുള്ള റാന്നി നിയമസഭാ മണ്ഡലത്തിൻ്റെ കിഴക്കൻ മേഖലയുടെ മലകൾ മുഴുവൻ ലാൻഡ് മൈനിങ് നടത്തി കഴിഞ്ഞ 10-20 വർഷക്കാലമായി. അത് മൊത്തം തകർത്തു കൊണ്ടുപോയി. ഒരു ചെറിയ മഴ പെയ്താൽ റാന്നിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീഷണി. ആരാണ് സൃഷ്ടിച്ചത്? 2018 പ്രളയമുണ്ടായി. ആ പ്രളയത്തിന് ശേഷം അടിഞ്ഞ ചെളിയും മണലും നീക്കം ചെയ്യണമെന്ന ആവശ്യം അന്ന് മുതലുണ്ട്. എന്തുകൊണ്ട് ഈ 8 വർഷക്കാലം എടുത്തുകൊണ്ട് എന്തുകൊണ്ട് പാരിസ്ഥിതിക പഠനം നടത്തി? എന്തുകൊണ്ട് ഡാമുകളിലെ ചെളിയും മണലും നീക്കം ചെയ്തില്ല? എന്തുകൊണ്ട് പമ്പയാറിലെ ചെളിയും മണലും മണൽപ്പുറ്റും നീക്കം ചെയ്തില്ല? അപ്പോൾ റിവറിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി പകുതിയിൽ താഴെയായി, ഡാമുകളുടെ സ്റ്റോറിങ് കപ്പാസിറ്റി പകുതിയിൽ താഴെയായി. ഇതുകൊണ്ടാണ് ഒരു ചെറിയ മഴ പെയ്താൽ റാന്നി ടൗണിലേക്ക് ഈ വെള്ളം ഇരച്ചു കയറി വരുന്നത്. പെട്ടെന്നാണ് വെള്ളം പോകുന്നത്. ഈ വ്യാപാരികൾ ആരും അവരുണ്ടായിരുന്നില്ല. കാരണം മുന്നറിയിപ്പിൻ്റെ അപാകത മാത്രമല്ല, മുന്നറിയിപ്പ് മഴയുടെ തോത് ഇവിടെ പറഞ്ഞല്ലോ. 31-ാം തീയതി, ജൂലൈ 31-ാം തീയതി പെയ്ത മഴയുടെ 10ൽ 100-ൽ 1 മഴ മാത്രമാണ് ഇന്നലെയും പെയ്തത്. ഭീമമായ മഴയുണ്ടായി. ആ മഴവെള്ളമാണ് ഇരച്ചു കയറി വന്നത്. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയപരമായി നമ്മൾ നേരിടാൻ പോകരുത്. 25 വർഷക്കാലം MLA ആയി റാന്നിയെ പ്രതിനിധീകരിച്ച ബഹുമാനായ ശ്രീ രാജു എബ്രഹാമിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, അതിനുള്ള സമയമായിട്ടില്ല, അദ്ദേഹം കൂടി സഹകരിച്ച് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സഹായിച്ച് ഈ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിയാണ് സ്മൃതി. 1-2 കാര്യങ്ങളോട് ഞാൻ താങ്കളോട് പറയാം. ഇപ്പോൾ വേണ്ടത് വ്യാപാരികൾക്ക് നഷ്ടപരിഹാരമാണ്, ജനങ്ങൾക്ക് ദുരിതമകറ്റാനുള്ള ആവശ്യമാണ്. റാന്നിയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഗവൺമെൻറ് 1 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് മുൻപുണ്ടായെന്നുള്ള കാര്യമല്ല. തഹസിൽദാർക്ക് ആദ്യഘട്ടമായി 7 ലക്ഷം രൂപ ഗവൺമെൻറ് നൽകി. ഇന്ന് ഗവൺമെൻറ് ഓരോ പഞ്ചായത്ത് വാർഡിലും 25,000 രൂപ ശുചീകരണത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ശുചീകരണം പൂർത്തിയായ ശേഷമാണ്, ഇന്ന് രാവിലെ 6 മണി മുതൽ 10 മണി വരെ ശുചീകരണ പ്രവർത്തനം നടന്നു. 10 മണിക്ക് ശേഷമാണ് അദ്ദേഹം പറയുന്ന സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിയത്.
എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അവരെ കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ദുരന്തം ഒഴിവാക്കാൻ അവരെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണം എന്നുള്ള അഭ്യർത്ഥന അദ്ദേഹത്തെ മുമ്പിൽ വെക്കുകയാണ്. ഇന്ന് രാത്രിയിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നും പമ്പയാറ്റിൽ വെള്ളം ഉയരുമെന്നും ഒരു മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് റാന്നിയിലെ എല്ലാ ജനങ്ങളോടും വളരെ ജാഗരൂകരായിരിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ഇത്ര മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ പഴകുളം മധു. ശ്രീ രാജു എബ്രഹാം, അങ്ങേക്ക് മറുപടി നൽകാം. ഇതിനെ ഒരു രാഷ്ട്രീയ ആരോപണമായി ഉയർത്തരുത് എന്ന അഭ്യർത്ഥനയാണല്ലോ ഇപ്പോൾ UDF നിന്ന് കേൾക്കുന്നത്. മന്ത്രി EP അനിൽകുമാറും സംസാരിച്ചു, ഇപ്പോൾ ശ്രീ പഴകുളം മധുവും. ശ്രീ രാജു എബ്രഹാം, നിങ്ങളുടെ കാലത്തുണ്ടായിരുന്ന വീഴ്ചകളുടെ പ്രത്യാഘാതം ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പഴകുളം ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ മുന്നറിയിപ്പുകൾ നൽകേണ്ട സംസ്ഥാന സർക്കാരല്ല എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് വേണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് എങ്ങനെയാണ് അന്നത്തെ മുഖ്യമന്ത്രി പറയുന്നത്, എല്ലാവരും ഒന്നിച്ചിറങ്ങുകയല്ലേ എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നിച്ചിറങ്ങുന്നതിന് പകരം അപ്പുറത്ത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മാത്രം നടത്തുന്ന പ്രതികരണമായി ഇത് മാറുന്നുണ്ടോ? അല്ല സ്മൃതി, അതിനകത്ത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഈ ഡാം അഴിച്ചുവിട്ടതിനെ പറ്റി, ഡാം അഴിച്ചുവിടുമ്പോൾ മുന്നറിയിപ്പ് നൽകാതിരുന്നതിനെ പറ്റി ഒരക്ഷരം പോലും അവിടെ സംസാരിച്ച് കണ്ടില്ല. റെഡ് അലേർട്ടിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ റെഡ് അലേർട്ടിന് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ല. റെഡ് അലേർട്ട് വരുമ്പോഴല്ലേ സർക്കാരിന് മുൻകരുതൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സാങ്കേതികമായി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിലും ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് IMDയും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് റവന്യൂ മന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, IMDയും അതുപോലെ തന്നെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളാണ് അത് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഡാമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞില്ല, അത് മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല. വളരെ ദുരന്തമല്ലേ ഈ തീവ്രമഴയിൽ നിറഞ്ഞു കിടന്ന പമ്പയാറ്റിലേക്ക് ഈ ഡാമിലെ വെള്ളം കൂടി വന്നപ്പോൾ ഉണ്ടായ ദുരന്തം. അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ കഴിയും. ഞാൻ രാഷ്ട്രീയ ആരോപണമല്ല ഉയർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ അത് ഉയർത്തിയേനെ. ഇന്നലെ മുഴുവൻ ആളുകളും രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം തന്നെ ഞങ്ങൾ മിണ്ടിയില്ല. രണ്ടാമത്, ബഹുമാനപ്പെട്ട MLA അദ്ദേഹം റാന്നിയിൽ നടന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് എനിക്കൊന്ന് കുറച്ചുകൂടി പഠിക്കേണ്ടി വരും. കാരണം ഓരോ വാർഡിലും എത്ര വർഷക്കാലമായി ഗവൺമെൻറ് 25,000 രൂപ ഓരോ വാർഡിനും ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി നൽകുന്നു. അതൊരു പുതിയ സംഭവമല്ല. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു കാര്യം, വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 2018, 2019 10,000 രൂപ വെച്ച് ഗവൺമെൻറ് നൽകി. കുടുംബശ്രീ അംഗങ്ങൾ ഉള്ള വീടുകൾ അവർക്ക് 1 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് ഓരോ വീടിനുമാണ് നൽകിയത്. ഓരോ വീടിനും അതിൻ്റെ പലിശ സർക്കാരാണ് നൽകിയത്. അദ്ദേഹം കടകൾക്ക് 10 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു. വസ്തുതാ വിരുദ്ധമാണ്, പഠിക്കാതെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേരളത്തിലുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്കും 10 ലക്ഷം രൂപ, അതിൽ 2 ലക്ഷം രൂപ സബ്സിഡി. ആരൊക്കെയാണോ അപേക്ഷിച്ചിട്ടുള്ളത് അവർക്ക് മുഴുവനാണ് കിട്ടിയത്, അപേക്ഷിക്കാത്തവർക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പം ആ കാര്യങ്ങൾ പഠിക്കാതെയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. രണ്ടാമത്, രാഷ്ട്രീയം. ഞങ്ങൾ രാഷ്ട്രീയം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടേയില്ല. ഞാൻ പറഞ്ഞല്ലോ, രക്ഷാപ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ ഓഗസ്റ്റ് മാസമാകുമ്പോൾ, ജൂലൈ മാസമാകുമ്പോൾ പത്തനംതിട്ട മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് മുൻകരുതൽ എടുക്കണ്ടേ? ഇപ്പം പുഴിയാർ ഞാൻ പറഞ്ഞല്ലോ, 13 മണിക്കൂർ കഴിഞ്ഞാണ് അവിടുത്തെ കോസ്റ്റൽ പോലീസ് അവിടെ സന്നദ്ധമായത്. ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചാലും ചില സ്ഥലങ്ങളിൽ ദുരന്തം ഉണ്ടാകും, യാഥാർത്ഥ്യമാണ്. നമുക്ക് അതിനെ ആ നിലയിലാണ് കാണേണ്ടി വരിക. പക്ഷേ മുൻകരുതലുകൾ എടുത്തില്ല, ഏകോപനം ഉണ്ടായില്ല വിവിധ വകുപ്പുകൾ തമ്മിൽ. അദ്ദേഹം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിന്റെ കടമയാണ്. മുഖ്യമന്ത്രിയല്ലേ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു വാർ റൂം, ഇനി വാർ റൂം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹെലികോപ്റ്ററിൽ കറങ്ങി അല്ലെങ്കിൽ വിരുന്ന് കഴിച്ചു, അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ഇന്ന് സമൂഹത്തിൽ ഇതിൽ ചർച്ചയായതിന്റെ കാരണം ദുരന്തമുഖത്തിൽ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തില്ല. അദ്ദേഹം മന്ത്രിമാരെ ഏൽപ്പിച്ചു, ഞങ്ങൾ സമ്മതിച്ചു, മന്ത്രിമാർ പെർഫോം ചെയ്താൽ മതി. പക്ഷേ മുൻകരുതൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പല ക്യാമ്പിൽ വൈദ്യുതി എത്താത്തത്. പല ക്യാമ്പുകളിൽ ഇപ്പം ആറന്മുള MLA തന്നെ മന്ത്രിയോട് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു. പരാതിപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മിന്നൽ വേഗത്തിൽ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.
ഗവൺമെന്റ് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ്. ആ നിലയിൽ സർക്കാരും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചിട്ടുള്ളത്. അത് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം മുൻകൂട്ടി സർക്കാരിനെ അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ റാന്നിയിൽ തന്നെ NDRF എപ്പോഴാണ് വന്നത്? NDRF അവിടെ ആളുകളെല്ലാം രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് ഭൂരിപക്ഷ NDRFും അവിടെ എത്തിയത്. 2018 കാര്യം പറഞ്ഞു. 2018 പുലർച്ചെ 6 മണിയായപ്പോൾ അവിടെ നേവിയുടെ ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകൾ, എത്രയാണ് നമ്മുടെ സംവിധാനങ്ങൾ കൂടാതെ, നമ്മുടെ ഫയർഫോഴ്സ് ഉണ്ട്, കുട്ടവഞ്ചിയുണ്ട്, അത് കൂടാതെ നമ്മുടെ നേവിയുടെ സംവിധാനങ്ങൾ, സഹായങ്ങൾ, അതെല്ലാം മിന്നൽ വേഗത്തിൽ ആ പ്രളയം നടന്ന ആ ദിവസം പുലർച്ചെ തന്നെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ചരിത്രവും നമുക്കുണ്ട്. പക്ഷേ ഡാം തുറന്നതും അന്നത്തെ വിമർശനത്തിനിടയാക്കിയ കാര്യമാണല്ലോ ശ്രീ രാജു എബ്രഹാം. അന്നും ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി നിന്നിരുന്നത്. ഇപ്പോൾ ആറന്മുള MLAയും നമ്മോടൊപ്പമുണ്ട്. ശ്രീ അബിൻ വർക്കി, ഇപ്പോൾ കാര്യങ്ങൾക്ക് വേഗം പോരാ എന്നാണ് പ്രതിപക്ഷം കാണുന്നത്. 48 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ അപകടത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും കഴിഞ്ഞ സർക്കാരിൻ്റെ അത്ര ചടുലത ഈ UDF സർക്കാരിൻ്റെ കാര്യത്തിൽ ഇല്ല, പ്രവർത്തനത്തിലില്ല എന്നൊരു വിമർശനമാണ് ഉയർത്തുന്നത്. ഇപ്പോൾ ആറന്മുളയിലെ സാഹചര്യം അങ്ങ് തന്നെ നേരത്തെ വിശേഷിപ്പിച്ചതാണ്. 2018 ഓർമ്മിപ്പിക്കുന്നുവെന്ന്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? എന്താണ് ഇപ്പോൾ ഈ ആറന്മുളയിലെ പ്രത്യേക സാഹചര്യം? ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്രളയം ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ആറന്മുളയിൽ ഇപ്പോഴാണ് ഫ്ലഡഡ് സിറ്റുവേഷൻ. അപ്പോൾ റാന്നിയിൽ ഏകദേശം പ്രളയമുണ്ടായി, ആ വെള്ളമൊക്കെ ഒഴുകി താഴേക്ക് വരുന്നു, അത് ആറന്മുളയിൽ വരുന്നു. അപ്പോൾ ആറന്മുള കരകവിഞ്ഞൊഴുകി ആറന്മുളയുടെ പമ്പയാറ്റിൻ്റെ തീരപ്രദേശത്ത് മുഴുവൻ വെള്ളമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. അപ്പോൾ അതൊരു വലിയ ഫ്ലഡഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ റാന്നിയിനേക്കാൾ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, റാന്നിയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഒഴുകാനുള്ള ഒരു ഭൂപ്രകൃതിയുണ്ട്. പക്ഷേ ആറന്മുളയിൽ അത് ഒരു 1.5 ദിവസമോ 2 ദിവസമോ കിടക്കാനുള്ള ഭൂപ്രകൃതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫ്ലഡഡ് സിറ്റുവേഷൻ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ രാജു എബ്രഹാം ഇവിടെ പറഞ്ഞു ഞാൻ എന്തോ പരാതിപ്പെട്ടു എന്ന്. ഞാൻ അങ്ങനെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്, റാന്നിയിൽ രാവിലെ ഒരു ഫ്ലഡഡ് റെയിൻ ഉണ്ടാകുന്നു രാത്രിയിൽ. ആ ഫ്ലഡഡ് റെയിൻ ഉണ്ടാകുമ്പോൾ പൂർണ്ണമായ സംവിധാനങ്ങളെല്ലാം തന്നെ റാന്നിയിൽ ഡിപ്ലോയ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഡിപ്ലോയ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അഡീഷണൽ സംവിധാനങ്ങളാണ് അന്ന് ആറന്മുളയിലേക്ക് വന്നത്. കാരണം അത് നേരത്തെ തന്നെ ഇപ്പോൾ ഞങ്ങൾ 1.5 മാസം മുമ്പ് തന്നെ കളക്ടറേറ്റിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട മഴക്കാലവുമായി ബന്ധപ്പെട്ട യോഗം കൂടിയപ്പോൾ അന്നിപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അന്ന് 38ഓളം സ്ഥലങ്ങൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാണ് റെസ്ക്യൂ ക്യാമ്പിന്. അതിൽ 25 സ്ഥലങ്ങളാണ് ഇപ്പോൾ റെസ്ക്യൂ ക്യാമ്പുകളായി തുടരുന്നത്. അന്ന് തന്നെ NDRFിൻ്റെ കൊല്ലത്തെയും ആലപ്പുഴയിലെയും സംഘത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള നിർദ്ദേശവും ഒക്കെ കൊടുത്തതാണ്. ആ NDRFിൻ്റെ സംഘങ്ങൾ കൃത്യമായി ഇവിടെ വരികയും ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ റാന്നിയിലെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, അപ്പോൾ അവിടെ വെള്ളം ഇറങ്ങി പിന്നെ പോസ്റ്റ് ഫ്ലഡഡ് സിറ്റുവേഷനാണ്, ക്ലീനിങ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആറന്മുളയിൽ ഒരു ഫ്ലഡഡ് സിറ്റുവേഷൻ തന്നെയാണുള്ളത്. അതുകൊണ്ട് റാന്നിയിലേക്ക് പോയിരിക്കുന്ന കുറച്ച് ഫയർഫോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആറന്മുളയിൽ വന്നാൽ ഇവിടെ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം, അതിന് ഇടപെടണം, റവന്യൂ വകുപ്പ് ഇടപെടണം എന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ വാർത്ത വന്നപ്പോൾ തന്നെ അത് ചില ആളുകൾ അത് വളച്ചൊടിച്ച് ഞാനെന്തോ പരാതി പറഞ്ഞു എന്ന മട്ടിൽ ആ വാർത്ത കൊടുക്കുകയുണ്ടായി. ഞാൻ ഈ പ്രളയത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഈ വാർത്തകൾ അധികം ശ്രദ്ധിക്കാനും പറ്റിയില്ല. വൈകുന്നേരമാണ് ഞാൻ ഈ വാർത്തകൾ കാണുന്നത്. ഞാനെന്തോ വിമർശനം ഉന്നയിച്ചു എന്ന തരത്തിൽ നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു എന്ന്. ഞാനങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുമില്ല. കാരണം റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിമർശനം ഞാൻ ഉന്നയിച്ചിട്ടില്ല എന്ന് ശ്രീ രാജു എബ്രഹാമിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ആറന്മുളയിലെ ഇപ്പോഴത്തെ അവസ്ഥ. ആറന്മുളയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഗുരുതരമാണ്. അതിൻ്റെ കാരണം ഈ വരുന്ന വെള്ളം മുഴുവൻ ആറന്മുളയിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 1.5 ദിവസം 2 ദിവസം എടുക്കും നോർമൽ രീതിയിൽ ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റാന്നിയിലെ ആ കിഴക്കൻ പ്രദേശത്തു നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ആറന്മുളയിൽ ഇപ്പോൾ ഇവിടുത്തെ പുഞ്ചകളിലും കണ്ടങ്ങളിലും ഒക്കെ വെള്ളം മറിഞ്ഞ് ആ വെള്ളമൊക്കെ ഒഴുകിപ്പോയി അത് തീരാൻ വേണ്ടി 1.5-2 ദിവസം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലഡഡ് സിറ്റുവേഷനിലാണ് ആറന്മുളയുള്ളത്. മാക്സിമം ആളുകളെ റെസ്ക്യൂ ചെയ്യുക, അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുക, ആ ക്യാമ്പുകളിൽ പരമാവധി സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. ഈ ആളുകളെയൊക്കെ മാക്സിമം ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ 6:30 മണിക്ക് ആറന്മുള സത്രം പരിസരത്ത് ചെല്ലുമ്പോൾ രാവിലെ ഞാൻ വണ്ടിയിലാണ് അവിടെ പോയത്. ഞാൻ നടന്നിറങ്ങി അതിലൂടെ നടന്നതാണ്. പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോഴേക്കും അവിടെ 2 ആളി പൊക്കത്തിൽ വെള്ളം വരികയും കനത്ത ഒഴുക്ക് വരികയും നമുക്ക് ബോട്ട് പോലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ
നമ്മൾ റെസ്ക്യൂ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ആളുകളെ അവരോട് നിർബന്ധിച്ച് തന്നെ റെസ്ക്യൂ ക്യാമ്പിലേക്ക് പോകാൻ പറയുകയും NDRF സംഘങ്ങളെ അറിയിച്ച് അത് മുഴുവനാക്കുകയും ഇപ്പോൾ 2 വണ്ടി, അത് 2 ബോട്ട്, അത് നമ്മുടെ മത്സ്യബന്ധന യാനങ്ങൾ അത് സ്റ്റോർ ചെയ്ത് കോഴഞ്ചേരിയിൽ വെച്ച് ഏത് സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി നിൽക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ക്രമീകരണങ്ങളൊക്കെ തന്നെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേകിച്ച് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുമൊക്കെ അത് നടന്നതാണ്. പിന്നെ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രശ്നം, ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം ഇവിടെ പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഞാൻ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം ഞാൻ പറയാം. അതായത് ഇന്നോ മേലുകര എന്ന പ്രദേശത്ത് കോഴഞ്ചേരി മേലുകരയിൽ ഒരു പ്രായമായ സ്ത്രീ രാവിലെ ഒരു ചാനലുകാർക്ക് ഒരു ബൈറ്റ് കൊടുത്തു. ആ ബൈറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇവിടെ ഒരു യാതൊരു സൗകര്യങ്ങളുമില്ല, ഇങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ മാറിയത് എന്തിനാ, ഇതിലും ഡീസൻ്റ് ആയിരുന്നു പിണറായി വിജയൻ. ഇതായിരുന്നു ബൈറ്റ്. ഞാൻ നോക്കിയപ്പോൾ രാവിലെ തൊട്ട് പല ആളുകളും എന്നോട് പറഞ്ഞു ഇങ്ങനെ പിണറായി വിജയനെ കുറിച്ച് നല്ലത് പലരും പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് കുഴപ്പമില്ല, പക്ഷെ അത് വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം നോക്കിയപ്പോൾ വ്യാപകമായി CPM അണികൾ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അതാ നോക്കൂ, പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. ഇതായിരുന്നു ഇന്നത്തെ ക്യാമ്പയിൻ. ഞാനിത് പരിശോധിച്ച് കഴിഞ്ഞ് വൈകുന്നേരം മറ്റൊരു പോസ്റ്റ് കാണുകയാണ്. ഇതേ പറഞ്ഞ അതേ പ്രായമായ സ്ത്രീ പറയുകയാണ്, എൻ്റെ അടുത്ത് നിന്ന ഒരു മോൻ, ആ മോൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ ആ ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ആള് ഒരു പ്രഖ്യാപിത എന്നുള്ളതല്ല, ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു CPIMൻ്റെ നേതാവാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി ഒരു പ്രായമായ സ്ത്രീയെ, പാവപ്പെട്ട പ്രായമായ സ്ത്രീയെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ സർക്കാർ മോശമാണെന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒന്നും നടക്കുന്നില്ല എന്നും പറയപ്പെടുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് ശ്രീ രാജു എബ്രഹാം ഇരിക്കുന്ന ചർച്ച, നമ്മളൊക്കെ നന്നായി രാഷ്ട്രീയം പറയുന്നവരാണല്ലോ, നന്നായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരാണല്ലോ, ഇതിനൊക്കെ തക്കതായ വിമർശനം പറഞ്ഞിട്ടുള്ളവരുമാണ്, ഇനി പറയാൻ പറ്റുന്നവരുമാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു വിമർശനങ്ങളിലേക്ക് പോകുന്നില്ല. ദയവായി നമ്മളൊരു ദുരന്ത മുഖത്താണ് നിൽക്കുന്നത്. ഈ ദുരന്ത മുഖത്ത് ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയക്കാർ സ്വയം പിൻവാങ്ങണം. ആ ദുരന്തത്തെ നേരിടാൻ നമുക്ക് കെൽപ്പുണ്ട്, നമ്മളത് സർവൈവ് ചെയ്യും. ഞാൻ എല്ലാവരും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ CPMകാരും അല്ലെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടിയിലെ ഓരോ അംഗങ്ങളും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, ഞങ്ങളോട് ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന CPMൻ്റെ മെമ്പർമാരുണ്ടല്ലോ. ഞാനിന്ന് പല ക്യാമ്പുകളിലും ആ ക്യാമ്പുകളിലൊക്കെ CPM മെമ്പർമാരുള്ളിടത്ത് ആ ക്യാമ്പിൻ്റെ ചുമതല CPM മെമ്പർമാർക്കാണ്. ഞാൻ ആ മെമ്പറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ മെമ്പർ എന്നെ വിളിക്കാറുണ്ട്. ഇതൊക്കെ ഓരോ നമ്മുടെ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള നമ്മുടെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ 2018 പ്രളയത്തെക്കുറിച്ച് ദയവായി നിങ്ങൾ ഓർമ്മിപ്പിക്കരുത്. 480 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു പ്രളയം, ആ പ്രളയത്തെക്കുറിച്ച് ദയവായി ഇവിടെ ഓർമ്മിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ആറന്മുളയെ പറ്റിയാണ്. ആറന്മുള ഇപ്പോൾ വലിയ ഫ്ലഡഡ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈ ഫ്ലഡഡ് സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ആളുകളെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പൂർണ്ണമായ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഫ്ലഡൊക്കെ ഒതുങ്ങി രാഷ്ട്രീയം പറയേണ്ട സമയത്ത് നമുക്ക് നല്ല രാഷ്ട്രീയം പറയാം. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക്. ഡോക്ടർ എസ് അഭിലാഷിലേക്കാണ്, അദ്ദേഹം കാലാവസ്ഥാ വിദഗ്ധനാണ്. ഡോക്ടർ എസ് അഭിലാഷ്, ഇപ്പോൾ കാലാവസ്ഥ മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രളയ സാഹചര്യം എന്നുള്ള 2018 ശേഷം അത്ര വലിയ തോതിലല്ല എങ്കിലും എല്ലാ വർഷവും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, അത് കൃത്യമായി ആ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? ഇപ്പോൾ ഈ അലേർട്ടുകളുടെ കാര്യത്തിൽ പറഞ്ഞു, സർക്കാരിനല്ല ഈ അലേർട്ടുകൾ നൽകാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുമ്പോഴും ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പം അഖിൽ ശ്രീവാസ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. വേണ്ട മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൽ അന്വേഷിച്ചാൽ അത് മനസ്സിലാവും. ഒരുപക്ഷെ ഡോക്ടർ ശേഖർ കുര്യാക്കോസും അത് രാവിലെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, വേണ്ട മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. കാരണം ഇപ്പം നമ്മള് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ശേഖർ കുര്യാക്കോസ്. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മള് കഴിഞ്ഞ 2024 മേപ്പാടി ദുരന്തം നടന്നപ്പോഴും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2020 പെട്ടിമുടി ദുരന്തം നടന്നപ്പോഴും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. 2021 കുട്ടികൾക്കൊക്കെയാറ് ദുരന്തം നടന്നപ്പോഴും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓറഞ്ച് അലർട്ടിൽ തന്നെ, കാരണം ഒരു മഴയുടെ സ്കെയിലിൽ 11 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 200 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ് ഓറഞ്ച് അലർട്ട്.
പിന്നെ കളർ സ്കെയിലിൽ ഓറഞ്ച് അലർട്ട് കൊടുക്കുമ്പം ബി പ്രിപ്പയർഡ്, മേക്ക് ഇവാക്യുവേഷൻ പ്ലാൻ റെഡി, മേക്ക് പീപ്പിൾ ടു ബി അലേർട്ടഡ്. എന്നിട്ട് റെഡ് അലർട്ട് വരുമ്പോഴാണ് ഇവാക്യുവേഷൻ ആക്ഷൻ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് അലർട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു റെഡ് അലർട്ടിന് തുല്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്കറിഞ്ഞൂടെ അബിൻ വർക്കിയും അല്ലെങ്കിൽ പഴകുളം മധുവും ഒക്കെയാണ് ആൻസർ ചെയ്യുന്നത്. കാരണം ഓറഞ്ച് അലർട്ട് വരുമ്പോൾ ഒരു ഇവാക്യുവേഷൻ പ്ലാൻ ടു ബി പ്രിപ്പയർഡ് ആൻഡ് ബി റെഡി, അതിനനുസരിച്ചാണ് റെഡ് അലർട്ട്. കാരണം ഈ റെഡ് അലർട്ട് പറയുന്നത് ശേഖരന് പറയാം, ഒരു 3 മണിക്കൂർ ഇടവിട്ടാണ് ഈ അലർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓറഞ്ച് അലർട്ടിൽ ഈ പ്ലാൻ റെഡിയാക്കി വെക്കുമ്പോൾ 3 hours in advance റെഡ് അലർട്ട് വരുമ്പോൾ ആ ഇവാക്യുവേഷൻ പ്ലാൻ എന്താ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു അലേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു റെയിൻഫോൾ ഫോർകാസ്റ്റ് വരുമ്പോൾ 200 സെന്റിമീറ്റർ അല്ലെങ്കിൽ 200 മില്ലിമീറ്ററിന് അടുത്ത് വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാകണം. എന്താണ് പ്ലാൻ ഉണ്ടായിരുന്നത്, അതിനനുസരിച്ച് റെഡ് അലർട്ട് വരുമ്പോൾ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് SOP ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആ രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പം അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ റെഡ് അലർട്ട് 3 മണിക്കൂർ മുന്നേ നൗകാസ്റ്റിംഗ് റേഞ്ചിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചതാണ്. അപ്പം നമ്മളിത് എല്ലാ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ കാലാവസ്ഥാ നിരീക്ഷണം അല്ലെങ്കിൽ പ്രെഡിക്ഷന്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ളതാണ് ഇവിടെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഇവന്റ് കഴിയുമ്പോഴും ഓക്കെ കഴിഞ്ഞപ്പോൾ പ്രെഡിക്ഷൻ ഇല്ലായിരുന്നു പറഞ്ഞു, നമ്മളെ 2018 ഫ്ലഡില് പ്രെഡിക്ഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു, 2020 പെട്ടുപിടി ദുരന്തത്തിലില്ല, 24 എന്താ പറയുക മേപ്പാടി ദുരന്തത്തിലും ഉണ്ടായിരുന്നു. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഓറഞ്ച് അലർട്ട് പോലും ഒരു റെഡ് അലർട്ടിന് തുല്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആവശ്യമാണെന്ന് നമ്മുടെ പിൻകാല എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എന്തായാലും അത് സംഭവിച്ചില്ല. തന്നെ മഴയുടെ ഭാഗത്തു നിന്നും വലിയ ആനുകൂല്യം ഉണ്ടായി. ഒരു രാത്രി 9 മണിക്ക് തുടങ്ങിയ മഴ രാവിലെ 8 മണിക്ക് നിന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. ഒരുപക്ഷെ ഈ ഒരു ആക്റ്റീവ് സ്പെല്ല്, അതായത് ഈ മൺസൂൺ കാലത്ത് 36% മഴക്കുറവാണ് ഈ ഒരു സ്പെല്ല് വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മൺസൂൺ ഈ വർഷം മൺസൂൺ അതിന്റെ ആക്റ്റീവ് സജീവ കാലഘട്ടത്തിലേക്ക് കയറിയ ഒരേ ഒരു ദിവസമാണ്. അപ്പൊ ഒരു ദിവസം തന്നെ ഏകദേശം 200 മില്ലിമീറ്ററിന് മുകളിലുള്ള മഴയാണ് ഈ മേഖലയിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കിയിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടും നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന മഴ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും? അപ്പൊ അതിനൊരു പ്ലാൻ നമുക്ക് വേണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ഈ ചർച്ച പ്രവചനത്തെ കുറിച്ച് ഒതുക്കി മാറ്റി നിർത്തിപ്പോയത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ വാട്ട് ഈസ് ഔട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രിപ്പയർനെസ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശരി, ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. റിവർ റിസർച്ച് സെന്റർ ഡയറക്ടർ ശ്രീ SP രവിയിലേക്കാണ്. ശ്രീ രവി, ഇപ്പോൾ ഓരോ വർഷവും ഈ ദുരന്തത്തിന്റെ സാഹചര്യം നമ്മളെ നേരിടേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നൊരു വലിയ ബലഹീനതയായി നിൽക്കുകയില്ല. എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായും നമുക്കറിയാം 2018 മുതൽ തുടർച്ചയായിട്ട്, 16 മുതൽ തന്നെ തുടർച്ചയായിട്ട് കാലാവസ്ഥയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ ദുരന്തങ്ങൾ, പലതരത്തിലുള്ള ദുരന്തങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ദുരന്തങ്ങൾ ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, ഈ എന്താ പറയുക, അതിതീവ്രമായിട്ടുള്ള മഴ എന്ന് പറയുന്നത് ഇനിയും കൂടി വരും എന്നുള്ളത് ഈ കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. മറുവശത്ത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തില് നിലവിൽ ഒരു പുഴയും 24 മണിക്കൂറിൽ 30 സെന്റിമീറ്ററോ അതിന് മേലെയൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ അതിനെ താങ്ങാവുന്ന ഒരു കപ്പാസിറ്റിയിലല്ല ഉള്ളത്. പഴയ കാലത്ത് അങ്ങനെ അത്രയും മഴ വരാറില്ല, ഇടയ്ക്ക് ഉണ്ടായാൽ പോലും കുറച്ചും കൂടെ താങ്ങാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. കാരണം പശ്ചിമഘട്ടം കുറെ കൂടെ വനാവൃതമായിരുന്നു. ഇടനാട്ടിൽ വന്നാലും നമുക്ക് ധാരാളമായിട്ട് നെൽവയലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള അനഭിലഷണീയമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള മഴ പെയ്യുമ്പോൾ ഈ നമുക്ക് 25 സെന്റിമീറ്ററോ 30 സെന്റിമീറ്ററോ അല്ലെങ്കിൽ അതിനപ്പുറമോ ഒക്കെ ഉള്ള മഴ പെയ്യുന്ന സമയത്ത് അതിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പുഴകൾക്കോ മറ്റു സംവിധാനങ്ങൾക്കോ ഇല്ല.
അത് നാളെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. പക്ഷെ ലോങ് ടേം ഇക്കോ റിസ്റ്റോറേഷൻ പ്ലാൻ, അതൊരു എന്താ പറയുക, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് അത് പല തലത്തിൽ ചെയ്യേണ്ടതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കണം. അതുപോലെ തന്നെ ലോങ് ടേമിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ ആ ലോങ് ടേമിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകണം. പക്ഷെ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്തരത്തിലുള്ള മഴ, ആ അതിതീവ്രമായിട്ടുള്ള മഴ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും കേരളത്തിൽ വരാം എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, മലയിടിച്ചിലിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രശ്നബാധിത പ്രദേശങ്ങളെല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, മഴക്കാലത്ത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മുന്നൊരുക്കത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ വടശ്ശേരിക്കരയിൽ 300 ചില്ലാനം മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാഗമണിൽ 300 മില്ലിമീറ്ററിന് മേലെ മഴ പെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പമ്പയിലായാലും മീനച്ചിലായാലും വെള്ളം കയറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അവിടെ ആ മഴ എന്താ പറയാ, ആ ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഡൗൺ സ്ട്രീമിൽ ഇവാക്യുവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കണം. നമുക്ക് ഈ എന്താ പറയാ, ഈ മോണിറ്ററിംഗ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ 1 മണിക്കൂർ രാത്രി 9 മണി മുതലാണ് ഈ അത്രയും തീവ്രമായിട്ടുള്ള മഴ പെയ്തെന്നുണ്ടെങ്കിൽ 10 മണി 11 മണിയാകുമ്പോഴത്തേക്കും മഴയുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നൗകാസ്റ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ റഡാർ ഇമേജസ് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ആ മഴ തുടരും എന്നുള്ള ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഒരു എന്താ പറയുക, ആൾക്കാരുടെ ഇവാക്യുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, ഈ നിലവില് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള പ്രോട്ടോകോൾ എല്ലാം ഓറഞ്ച് ബുക്കിന്റെ ഭാഗമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി തയ്യാറാക്കിയിട്ടില്ല, അതിൽ തർക്കമില്ല. പക്ഷെ ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ നമ്മൾ എത്രമാത്രം പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും വേണ്ടത്ര ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന് അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ടാണ്. മുന്നറിയിപ്പുകൾ ശരിയാണ്, നമുക്ക് എന്താ പറയാ, ഈ റെഡ് വരേണ്ടടുത്ത് ഓറഞ്ച് വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷെ അടുപ്പിച്ച് 2-3 ദിവസം വ്യാപകമായിട്ടുള്ള മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ആണെങ്കിൽ അതിനെ ഓറഞ്ചായിട്ടും, ഓറഞ്ച് ആണെങ്കിൽ അതിനെ റെഡുമായിട്ടും തന്നെ കാണാം, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ. കാരണം നമ്മുടെ അനുഭവം അങ്ങനെയാണ്. അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റെയിൻഫോൾ റൺ ഓഫ് കോഎഫിഷ്യന്റ് ഒരേപോലെ അല്ല വരിക. ആദ്യത്തെ ദിവസം മഴ പെയ്യുമ്പോൾ നമുക്കൊരു പക്ഷേ ആ പെയ്ത്ത് വെള്ളത്തിന്റെ ഒരു 60-65% ഈ താഴേക്ക് ഒഴുകി വരിക, ബാക്കിയുള്ളത് കുറച്ച് ഇവാപറേഷനായിട്ടും മണ്ണിൽ ഇറങ്ങിയൊക്കെ ചെയ്യും. 2-ം ദിവസം 3-ം ദിവസം ആകുമ്പോഴത്തേക്കും പെയ്യുന്ന വെള്ളം മുഴുവനായിട്ട് താഴെ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ, 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ആ അലർട്ട് സ്റ്റാറ്റസിന് നമ്മൾ കാണുന്ന രീതി കൂടെ മാറ്റണം. ഇപ്പൊ IMD തിരുത്തിയിട്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവരുടെ പരിമിതികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യൻ മൺസൂൺ വളരെ കോംപ്ലക്സ് ആണെന്നാണ് വിദഗ്ധരെല്ലാവരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ തെറ്റുകൾ വരാം. പക്ഷെ ആ തെറ്റുകളല്ല, നമ്മളൊരു എന്താ പറയാ, ഈ ഏറ്റവും ഉയർന്ന ദുരന്ത സാധ്യത തന്നെ കണ്ടുകൊണ്ട് നീങ്ങുക എന്നുള്ളതാണ്. അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം, ഈ വെള്ളപ്പൊക്ക അണക്കെട്ടുകളുള്ള പുഴയിലും അല്ലാത്ത പുഴകളിലും വ്യത്യസ്തമായിട്ടാണ് വരിക. ഇപ്പൊ ചാലക്കുടി പുഴയെ സംബന്ധിച്ചും ഇന്നലെ ഒരു സന്ധ്യ കഴിയുന്നത് വരെയും ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭാഗ്യവശാൽ മഴ കുറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഭീഷണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ അതിനിടയിൽ ഈ പെരിങ്ങൽകുത്ത് അണക്കെട്ടിനെ സംബന്ധിച്ച് അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു വരികയും അപ്പോൾ MLA കളക്ടറും ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു അണക്കെട്ടിലെ റിവേഴ്സ് ലൂയിസ് ഉൾപ്പെടെ തുറക്കുകയും ചെയ്തത് കുറെ ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇതിനു വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വരാറുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് പ്രോട്ടോകോൾ കൃത്യമായിട്ടുണ്ടാവണം. അതായത് 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ അണക്കെട്ടുകൾക്ക് മാത്രമാണ് റൂൾ കർവും ബാക്കി കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ. സെൻട്രൽ വാട്ടർ കമ്മീഷൻ അത്തരം ഒരു 200 മില്യൺ മീറ്റർ ക്യൂബിന് മേലെ സ്റ്റോറേജ് ഉള്ളത് മാത്രമേ അവർ പരിശോധിക്കുന്നുള്ളൂ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ചെറിയ അണക്കെട്ടുകൾക്ക് പോലും ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. കൂടുതൽ അണക്കെട്ടുകളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് റിസർവോയർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവണം. അങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഇനിയും വൈകാതെ നമ്മളത് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി, ശ്രീ ശേഖർ കുര്യാക്കോസ്, ചുരുക്കി പറയണം, ഈ ഡിസാസ്റ്റർ മാപ്പിംഗ് ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാകുന്നത്, ഒരു തുടർച്ചയാകുന്നത്? നമ്മൾക്ക് ഈ വിഷയവും കൂടി കൂടുതൽ സൂക്ഷ്മമായൊന്ന് മനസ്സിലാക്കാം. ഈ ഭൂപടങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നുള്ള കാലത്ത് തന്നെ ആളുകൾ ഇത്തരം ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ ചൂരൽമലയിൽ എടുത്തു നോക്കിയാൽ പുഞ്ചിരിമട്ടം പ്രദേശം
ഒരു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ്. അവിടെ ആളുകൾ ഇപ്പോഴൊന്നുമല്ല, 200 വർഷം മുമ്പ് തയ്യാറാക്കിയ ഭൂപടങ്ങളിൽ പോലും അവിടെ ജനവാസമുള്ളതായി നമ്മൾക്ക് കാണാം. നേരെ തിരിച്ച് നമ്മൾ ഇപ്പോൾ റാന്നി പോലുള്ളൊരു പട്ടണത്തിലേക്ക് വരും. റാന്നി പോലുള്ളൊരു പട്ടണം പ്രളയ സാധ്യതയുള്ള പട്ടണമാണ് എന്ന് ആരെങ്കിലും ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നതിനും എത്രയോ വർഷം മുമ്പ് 1924 പ്രളയത്തിൽ തന്നെ ബാധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ആറന്മുള. അന്നത്തെയും പ്രളയത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഭൂപടങ്ങൾ പിന്നീട് വന്നതാണ്. മനുഷ്യൻ ഈ സ്ഥലങ്ങളിലെല്ലാം വസിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ ഭൂവിനിയോഗത്തെ നമ്മൾക്ക് മോഡിഫൈ ചെയ്യാൻ, മാറ്റാൻ കേരളം പോലെ വളരെ ജനസാന്ദ്രതയുള്ളൊരു പ്രദേശത്ത് താരതമ്യേന ബുദ്ധിമുട്ടുണ്ട്. ആളുകൾക്ക് മറ്റ് ഇതുപോലെ തന്നെ അവരുടെ ജീവിതചര്യ നോക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും കേരളത്തിൽ 2018-ലും 19-ലും പ്രളയ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൂടി സഹായത്തോടു കൂടി അടയാളപ്പെടുത്തി അവിടെയുള്ള ജനങ്ങൾക്കായിട്ട് 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സ്കീമുണ്ടാക്കി. ആ സ്കീമിൻ്റെ ബെനിഫാക്ടേഴ്സായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 4000-ഓളം കുടുംബങ്ങൾ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി. അങ്ങനെ മാറുമ്പോൾ അവർക്ക് അവരുടെ പരമ്പരാഗതമായി ലഭിച്ച ഈ മലയോര മേഖലയിലെ ഭൂമി സർക്കാരിന് വിട്ടൊഴിയേണ്ടിയും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ മേപ്പാടിയിൽ ചെയ്യുന്നതും അതാണല്ലോ. ടൗൺഷിപ്പിലേക്ക് മാറുന്നവർക്കും അവർക്ക് മുൻപ് മേപ്പാടിയിൽ ഉണ്ടായിരുന്ന ഭൂമി അവരുടെ കയ്യിൽ തന്നെയുണ്ട്. അത് അവിടെ വസിക്കാൻ പറ്റില്ല എന്നതൊഴികെ കൃഷി ചെയ്യാനായിട്ട് യോഗ്യമാക്കാനുള്ള നടപടികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് ഈ ഇത്തരം പ്രദേശങ്ങളിൽ ജനസാന്ദ്രത ഗണ്യമായുള്ളൊരു പ്രദേശമാണ് കേരളം. നമ്മുടെ തീരദേശം നോക്കൂ. രാജ്യത്ത് തന്നെ ഇത്രയും ഡെൻസായി തീരദേശത്ത് ജനങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലം വേറെ കണ്ടെത്താൻ പറ്റില്ല. ഒറീസയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഒറീസയിലെ തീരദേശത്ത് നിന്ന് ജനങ്ങൾ വസിക്കുന്ന അവരുടെ കടലിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററെങ്കിലും ഉള്ളിലേക്ക് മാറിയാണ് ആളുകൾ വസിക്കുന്നത്. ഇവിടെയും നമ്മൾ തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ കാലെടുത്ത് വെച്ചാൽ കടലിൽ ഇറങ്ങേണ്ടുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്രയും ഡെൻസായിട്ട് ജനം വസിക്കുന്ന ഒരു പ്രദേശമാണ്. ശരി, നമ്മുടെ സമയക്കുറവിലാണ്. വളരെ നന്ദി മിനിസ്റ്റർ EP അനിൽകുമാർ, അഡ്വക്കേറ്റ് അബിൻ വർക്കി, ശ്രീ പഴകുളം മധു, ശ്രീ രാജു എബ്രഹാം, ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, ഡോക്ടർ S അഭിലാഷ്, ശ്രീ SP രവി ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം വിത്ത് എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.